ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നടന്ന LDC എക്സാമിൻ്റെ 10 മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തിരുവനന്തപുരം LDC എക്സാമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യം. ആദ്യത്തെ ചോദ്യം, 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? അപ്പോൾ ഡിസ്കൗണ്ട് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 840 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സാധനം 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അവിടെ എത്ര ഡിഫറൻസ് വരിക? എത്ര അവിടെ ഡിഫറൻസ് വരിക? 840 മൈനസ് 840 മൈനസ് 126, 840 മൈനസ് 126 അല്ലെങ്കിൽ 714 ചെയ്യുമ്പോൾ 840 മൈനസ് 714 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വരിക? 126 രൂപ വരും. ഈ 126 ഡിവൈഡഡ് ബൈ 840 ഇൻറ്റു 100 ചെയ്താൽ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡിസ്കൗണ്ട് ശതമാനം കിട്ടും. ഇത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 0 കട്ട് ചെയ്തു. ഇവിടെ 2 തവണ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 വരും, ഇവിടെ 42 വരും. ഈ 42 126 എത്ര തവണ? 3. അപ്പോൾ 5 × 3 15% ഡിസ്കൗണ്ട്. 15% ഡിസ്കൗണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്താണ് പറഞ്ഞത്? 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട്. അപ്പോൾ 840 നമ്മൾ ആദ്യം ചെയ്തു. 840 മൈനസ് 714 ചെയ്തു. നമുക്ക് കിട്ടി എത്ര കിട്ടിയത്? 14 പോയാൽ 6, 3 പോയാൽ 2, 1, 126 രൂപ. ആ 126 എന്ന് പറയുന്നത് 840 എത്ര ശതമാനം നോക്കിയാൽ മതി? 40 ഇൻറ്റു 100 നമ്മൾ കട്ട് ചെയ്തു. ഇവിടെ 2 കട്ട് ചെയ്തു. ഇവിടെ 5, ഇവിടെ 42, ഇവിടെ 3. അത് 15% ഡിസ്കൗണ്ട്. 15% ഡിസ്കൗണ്ട് ആയത് ചോദ്യത്തിൻ്റെ. രണ്ടാമത്തെ ചോദ്യം, 11 സംഖ്യകളുടെ ശരാശരി 66 ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ചേർത്ത സംഖ്യ എത്രയെന്ന് കണ്ടെന്ന്. അപ്പോൾ 11 സംഖ്യകളുടെ ശരാശരി 66 ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ എത്രയാണ്? 66 ഇൻറ്റു 11. 66 ഇൻറ്റു 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? 166 ദാറ്റ് ഈസ് 166 6 6 12 ബാക്കി ഒന്ന് 726 വരും. 726 ഇവിടെ. ഇനി അപ്പുറത്ത് എത്രയാണ്? ഒരു സംഖ്യ കൂടി കൂട്ടിയപ്പോൾ ശരാശരി 72 ആയി. അപ്പോൾ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ 11 12 ആയി, ശരാശരി 72 ആയി. ഇപ്പോൾ ടോട്ടൽ എത്ര വരും? അവിടെ 72 ഇൻറ്റു 12 വരും. 72 ഇൻറ്റു 12. ഈ 2 4, 2 14, 1 2, 1 7, 4 6 8, 864. 864 പുതിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ വരിക? 864 നിന്ന് 864 മൈനസ് 726 ചെയ്ത് കഴിഞ്ഞാൽ 726 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി. ദാറ്റ് ഈസ് എത്രയാണ്? ഇപ്പോൾ 8, ദാറ്റ് ഈസ് 138. 138 ആൻസർ 138. ഒന്നുമില്ല, ശരാശരി തന്നിട്ടുണ്ട്. 11 സംഖ്യയിൽ ശരാശരി 66. അപ്പോൾ ടോട്ടൽ കണ്ടു. 66 ഇൻറ്റു 11 നമുക്ക് 726 കിട്ടി. അതുപോലെ തന്നെ ഒരു സംഖ്യ കൂടിയ പറഞ്ഞാൽ ആ 11 12 അപ്പോൾ ശരാശരി 72 ആയി. 72 ഇൻറ്റു 12 ചെയ്തു. നമുക്ക് എത്രയാണ് കിട്ടിയത്? 864 കിട്ടി. ആ 864 നിന്ന് 726 കുറച്ചപ്പോൾ 138. ആ 138 നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത്. ചേർത്ത സംഖ്യ 138. ഓപ്ഷൻ എ ആണ് ആയതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി 15%. ഇനി ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നതിലൂടെ ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലായി ചോദ്യം. അതായത് M1D1 = M2D2 എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമുക്ക് ഇതിനെ എഴുതാം. M1 എന്ന് പറഞ്ഞാൽ എത്ര പൈപ്പുണ്ട്? 3 ഇൻറ്റു D1 എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1.5 അവർ അല്ലേ? ഈ 1.5 നമുക്ക് ഫ്രാക്ഷൻ ആക്കി എങ്ങനെ എഴുതാം? 3.5 എന്ന് എഴുതി കൂടെ. ദാറ്റ് ഈസ് 3/2. അപ്പോൾ 3 ഇൻറ്റു 3.5 ഈസ് ഈക്വൽ ടു അവിടെ M2 എത്ര? 2 പൈപ്പ്. 2 ഇൻറ്റു D2. 2 ഇൻറ്റു 2. അപ്പോൾ D2 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? D2 ഈസ് ഈക്വൽ ടു നമുക്ക് 9 ഡിവൈഡഡ് ബൈ 4. 9 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9/4. 9/4 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 9/4 24 8 ബാക്കി 1. ദാറ്റ് ഈസ് 1/4. 1/4 ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. ദാറ്റ് ഈസ് 15. അതായത് 2 മണിക്കൂറും 15 മിനിറ്റും 2 മണിക്കൂറും 15 മിനിറ്റുമാണ് ആൻസർ. പറഞ്ഞ കാര്യങ്ങൾ എത്രയേ ഉള്ളൂ. M1D1 ഈസ് ഈക്വൽ ടു M2D2 എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് നമുക്ക് ഇതിനെ എഴുതാം. M2D2 എന്ന് പറഞ്ഞ ഫോർമാറ്റിലേക്ക് എഴുതാം. M1 എന്ന് പറഞ്ഞാൽ അവിടെ 3 പൈപ്പാണ്. 3 ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ അതിനെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എത്ര? 1.5. അതിനെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമുക്ക് 3/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു M2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു D2 ടൈം അല്ലെങ്കിൽ ഡേ നമുക്കറിയില്ല എത്ര സമയം വേണ്ടി വരും. അപ്പോൾ D2 ആണ് ഇവിടെ നമുക്ക് കാണേണ്ടത്. അപ്പോൾ D2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 3 3 9.
ഓക്കെ 9 ഡിവൈഡ് ബൈ ആ 2 താഴത്തേക്ക് വരുമ്പോൾ 9/4. 9/4 എന്ന് പറഞ്ഞാൽ 2 1/4 1/4 എന്ന് പറഞ്ഞാൽ 60ൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ എത്ര 15 മിനിറ്റ് ആണ്. അപ്പോൾ 2 മണിക്കൂറും 15 മിനിറ്റുമാണ് ആൻസർ. 2 മണിക്കൂറും 15 മിനിറ്റുമാണ് ആൻസർ. ഓപ്ഷൻ ഓക്കെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 74. തന്നിരിക്കുന്ന സമവാക്യത്തിൽ കെയുടെ വില എന്താണ്? കെയുടെ വിലയാണ് കാണേണ്ടത്. അപ്പോൾ എന്താണ് ഇത്? a⁻m ഇൻറ്റു a⁻n ഇസ് ഈക്വൽ ടു a⁻m+n എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് നമുക്കറിയാം. അതുപോലെ നമുക്കിതിനെ ചെയ്തുകൂടെ? നോക്ക് 2 എല്ലാം 2 ആണ്. അപ്പോൾ 2k+1 ഓക്കെ ഇൻറ്റു 2⁵ ഈസ് ഈക്വൽ ടു 2�7 എന്ന് വരും. അപ്പോൾ 2k+1 ഈസ് ഈക്വൽ ടു എന്ത് വരും? 2�7 ഡിവൈഡ് ബൈ 2⁵. 2�7 അതായത് a⁻m/a⁻n ഈസ് ഈക്വൽ എന്താണ്? a⁻m-n ആണ്. അപ്പോൾ ഇവിടെ 2�7 ബൈ 2⁵ ഈസ് ഈക്വൽ എന്തായിട്ട് വരും? 7 - 5 2⁵2 ഓക്കെ 2⁵2 എന്ന് വരും. അപ്പോൾ രണ്ടും ഒക്കെ 2 ആയത് കാരണം നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? k+1 ഈസ് ഈക്വൽ ടു 2 എന്ന് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എന്താ ഇക്വേറ്റ് ചെയ്യുക? k+1 ഈസ് ഈക്വൽ ടു 2, k ഈസ് ഈക്വൽ ടു 2 - 1 ദാറ്റ് ഈസ് 1. അപ്പോൾ കെയുടെ വാല്യൂ 1 ആണ്. കെയുടെ വാല്യൂ എന്താണ് ഇവിടെ? 1 ആണ്. കെയുടെ വാല്യൂ 1 ആണ്. ഓക്കെ 1 ഓക്കെ 1 ഓക്കെ +1 2 ഓക്കെ. അപ്പോൾ കെയുടെ വാല്യൂ 1. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ. ഒന്നുമില്ല 2k+1 ഇൻറ്റു 2⁵ ഈസ് ഈക്വൽ ടു 2�7 ആണ്. അപ്പോൾ 2k+1 ഈസ് ഈക്വൽ ടു നമുക്ക് 2�7 ബൈ 2⁵ എന്ന് എഴുതാം. അപ്പോൾ a⁻m/a⁻n എന്നാണ്? a⁻m-n ആണ്. ദാറ്റ് ഈസ് 2k+1 ഈസ് ഈക്വൽ ടു 2⁵2 എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ അടിഭാഗം സെയിം ആയത് കാരണം നമുക്ക് മോൾ ഭാഗം ഇക്വേറ്റ് ചെയ്യാം. k+1 ഈസ് ഈക്വൽ ടു 2 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ എഴുതുക? k+1 ഈസ് ഈക്വൽ ടു 2, k ഈസ് ഈക്വൽ ടു 2 - 1 ദാറ്റ് ഈസ് 1. ആൻസർ 1. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. ഇനി എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം. അപ്പോൾ വർക്ക് ആൻഡ് ടൈമിൽ നിന്നുള്ള ചോദ്യമാണ്. എ ഒരു ജോലി എടുക്കാൻ എത്രയാണ് 20 ദിവസം. എ 20 ദിവസം. a+b എത്രയാണ്? a+b എത്രയാണ്? a+b ചെയ്ത് കഴിഞ്ഞാൽ അത് 12 ദിവസമാണ്. അപ്പോൾ ഓക്കെ എ ഒറ്റയ്ക്കാണെങ്കിൽ 20 ദിവസം, a+b ചേർന്ന് കഴിഞ്ഞാൽ 12 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ ഇവരുടെ LCM നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ? 20 12 LCM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ആണ്. 60 ഓക്കെ 60 20 എത്ര തവണ? 3 തവണ 60 12 ഓക്കെ 20 60 3 തവണ 12 60 എത്രയാണ്? 5 തവണ. ഓക്കെ ഇനി ബി മാത്രമായിട്ടാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ നമുക്കപ്പോൾ എഫിഷ്യൻസി കിട്ടി. ബി മാത്രമാണെങ്കിൽ എന്താ ചെയ്യുക? a+b - a ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബിയുടെ കിട്ടി. അതായത് a+b എത്ര? 5 5 - 3 എന്ന് പറയുന്നത് 2 ആണ് ബിയുടെ മാത്രം എഫിഷ്യൻസി. അപ്പോൾ ബി ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും ചോദിച്ചു കഴിഞ്ഞാൽ 60 ഡിവൈഡഡ് ബൈ 2 ഓക്കെ 60 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ദിവസം എടുക്കും. ഓക്കെ 60 ഡിവൈഡ് ബൈ 2 30 ദിവസം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. പറഞ്ഞ കാര്യങ്ങളെത്തുള്ളൂ. ഓക്കെ വർക്കിൻ്റെ നമുക്കിവിടെ എഫിഷ്യൻസി കാണണം. അപ്പോൾ എ എടുക്കുന്ന എ 20 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ a+b എത്ര ദിവസം കൊണ്ട് തീർക്കുന്നതാണ് പറഞ്ഞത്? അത് 12 ദിവസമാണ്. അപ്പോൾ ഇവരുടെ LCM കാണുമ്പോൾ നമുക്ക് 60 കിട്ടും. ഇനി a+b യുടെയും എഫിഷ്യൻസി നമ്മൾ കണ്ടു. അപ്പോൾ 20 60 എത്ര തവണ? 3 തവണ. ഓക്കെ a+b അതായത് 12 60 എത്ര തവണ? അത് 5 തവണ. അപ്പോൾ എയുടെ എഫിഷ്യൻസി 3ഉം a+bയുടെ എഫിഷ്യൻസി 5ഉമാണ്. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി കാണണമെങ്കിൽ എന്താ ചെയ്യുക? a+b - a ചെയ്താൽ മതി. അത് a+b എന്ന് പറഞ്ഞാൽ 5 - 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ എഫിഷ്യൻസി ആയിട്ടുള്ള 2 കിട്ടി. അപ്പോൾ ആ ബി ഒറ്റയ്ക്കാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് 60 ആണ്. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസം കിട്ടും. 30 ദിവസം കൊണ്ട് ബി ആ ജോലി ഒറ്റയ്ക്ക് തീർക്കും. ഓക്കെ ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആണ് വിചാരിക്കുന്നു. ഓക്കെ അടുത്ത ചോദ്യം 76 ആണ്. 76 എന്താ അവിടെ കാണിച്ചിരിക്കുന്നത്? ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഒറ്റയാനെ കണ്ടെത്താൻ ഒരു കുറേ വലിയ സംഖ്യ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സംഖ്യകളൊക്കെ ഒന്ന് കൂട്ടി വെക്കാൻ എന്തെങ്കിലും കോമൺ റിലേഷൻ കിട്ടും നോക്കാം. ഓക്കെ 5 2 7 അപ്പോൾ നമുക്ക് എല്ലാം കൂടി കൂട്ടുമ്പോൾ ഓക്കെ ആദ്യത്തെ സംഖ്യ കൂട്ടുമ്പോൾ എന്താണ്? 5 2 7 7 6 13 13 3 16 16 1 17 എല്ലാം കൂട്ടുമ്പോൾ 17 കിട്ടി ഇവിടെ. അടുത്തത് 5 2 7 7 1 8 8 6 14 14 3 17 ഇവിടും 17 കിട്ടി. അടുത്ത് ഇത് നോക്കുമ്പോൾ 3 4 4 3 7 7 4 11 11 2 11 2 13 13 4 17 ഇതിലും 17 കിട്ടി. ഓക്കെ അപ്പോൾ എല്ലാ സംഖ്യയും കൂട്ടുമ്പോൾ 17 വരുന്നത്. ഇനി ഇവനെ കൂട്ടുമ്പോൾ എന്താ വരുന്നത് നോക്കാം. 3 3 6 6 4 10 10 4 14 14 2 16 ആണ്. ഓപ്ഷൻ സി കൂട്ടുന്ന സമയത്ത് 16 വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഒറ്റയാന്ന് പറഞ്ഞാൽ മതി. ബാക്കി എല്ലാ സംഖ്യകളും കൂട്ടുമ്പോൾ നമുക്ക് 17 വരുന്നത്. ഓപ്ഷൻ സി കൂട്ടുന്ന സമയത്ത് നമുക്ക് 16 ആണ് വരുന്നത്. ക്ലിയർ ആണ് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. അപ്പോൾ ഇവിടെ നോക്ക്. ഓക്കെ ഇതാണ് വടക്ക്, ഇതാണ് തെക്ക്, ഓക്കെ ഇതാണ് കിഴക്ക്, ഇതാണ് പടിഞ്ഞാറ്. നമുക്കറിയാം
അപ്പോൾ രാജു 8 കിലോമീറ്റർ വടക്കോട്ട് ചെയ്ത് 8 കിലോമീറ്റർ മുകളിലേക്ക് വടക്ക് എന്ന് പറഞ്ഞാൽ മുകളിലാണ്. ഓക്കെ 8 കിലോമീറ്റർ യാത്ര ചെയ്തു. സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ. അപ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്തു. ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ. വീണ്ടും വലത്തോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് വലത്തോട്ട്. എത്ര 1 കിലോമീറ്റർ യാത്ര ചെയ്തു. ഇപ്പോൾ രാജു യാത്ര ചെയ്ത ഏത് ദിശയിലാണ്? യാത്ര ചെയ്യുന്ന ഏത് ദിശയിലാണ്? താത്ത ദിശ എന്ന് പറഞ്ഞാൽ ഏത് ദിശയാണ്? തെക്കാണ്. തെക്ക്. ഓക്കെ ഓപ്ഷൻ ബി ആണ്, തെക്കാണ് ആൻസർ. അപ്പോൾ ആദ്യം ഓക്കെ വടക്കോട്ടെന്ന് പറഞ്ഞാൽ മുകളിലേക്ക് 8 കിലോമീറ്റർ പോയി. അവിടുന്ന് വലത്തോട്ട് പറഞ്ഞാൽ 2 കിലോമീറ്റർ പോയി. വീണ്ടും വലത്തോട്ട് ഓക്കെ 1 കിലോമീറ്റർ പോയി. ആ താഴത്തേക്കാണ് പോകുന്നത്. താഴെ എന്ന് പറഞ്ഞാൽ അത് തെക്കാണ്. തെക്ക്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണ്. അടുത്ത് ഹെലോ എന്ന വാക്ക്. ഓക്കെ ഹെലോ എന്ന വാക്ക് KHOOR. ഓക്കെ ഹലോ എന്ന വാക്ക് KHOR കോഡ് ചെയ്യാൽ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേൾഡ്. ഓക്കെ അപ്പോൾ ഹെലോ എങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കണം. ഹെലോ നോക്ക്. ഓക്കെ ഹെലോ. ഓക്കെ ഹെലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലോ എന്ന് പറഞ്ഞാൽ എങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നത് നോക്കണം. HELLO ഹെലോ. ഓക്കെ ഹലോ. ഓക്കെ ഹലോ എങ്ങനെ കൊണ്ടിരിക്കുന്നത്? ഹലോൻ്റെ കോഡ് എന്തായിരുന്നു? കോഡ് വേർഡ് എന്തായിരുന്നു? ഹലോ. ഓക്കെ ഹലോ എന്ന് പറഞ്ഞാൽ KHOOR. ഹലോ എന്ന് പറഞ്ഞാൽ KHOOR. ഓക്കെ HELL ഹലോ KHOOR. അപ്പോൾ ഓക്കെ എച്ച് എന്ന് പറയുന്ന സംഗതി 8 ആണ്. ഓക്കെ 8 എന്ന് പറയുന്ന സംഗതി 8 എന്ത് കൂടി? കെയിലേക്ക് 3 കൂടി. ഓക്കെ 3 കൂടി. അതുപോലെ തന്നെ ഇ എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 കൂടെ എന്ത് കൂടി? 5 കൂടെ 3 കൂടി 8 വന്നു. ഓക്കെ ക്ലിയർ ആണ്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 12. 12 കൂടെ 3 കൂടി കഴിഞ്ഞാൽ 12 കൂടെ 3 കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 ആണ്. 12 കൂടെ 3 കൂടി കഴിഞ്ഞാൽ 15. അതുപോലെ തന്നെ അടുത്തും അതുപോലെ തന്നെ. അപ്പോൾ 3 ആണ് ഇവിടെ കൂടുന്നത്. അതുപോലെ തന്നെ ഓൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 15 3 18 6 വന്നു. ഓക്കെ അപ്പോൾ ഈ ഹലോ എന്ന് പറയുന്ന കോഡിൻ്റെ ഒപ്പം +3 ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. +3. ഓക്കെ +3. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വേർഡ് ഏതാ? വേൾഡ് ആണ്. WORLD വേൾഡ്. ഓക്കെ വേൾഡ് എന്ന് പറയുന്നതിൻ്റെ ഒപ്പം അപ്പോൾ ഡബ്ല്യൂയുടെ ഒപ്പം നമ്മൾ 3 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബ്ല്യൂയുടെ ഒപ്പം 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഓക്കെ WORLD അല്ലേ? ഓക്കെ ഡബ്ല്യൂൻ്റെ ഒപ്പം 3 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബ്ല്യൂൻ്റെ ഒപ്പം 3 23 3 26 സെഡ്. ഓൻ്റെ ഒപ്പം 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18 6 വന്നു. ഓക്കെ 6ൻ്റെ ഒപ്പം 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വന്നു? ഓക്കെ 18 3 21 യു വന്നു. അപ്പോൾ ZRU എന്ന് പറയുന്ന തുടങ്ങുന്ന ഏതെങ്കിലും കോഡ് ഉണ്ടോ നോക്കുക. ZRU മുഴുവൻ ചെയ്യണമെന്നൊന്നുമില്ല. ZRU എന്ന് തുടങ്ങുന്ന ഒരൊറ്റ കോഡുള്ള ZRU. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇവിടെ ഇത് എന്താ പറയുക നമ്മുടെ ഈ ABCD കോഡിംഗ് ആണ്. അപ്പോൾ ഹെലോ എന്ന് പറയുന്ന കോഡ് KHOR ആയത് ഇതിൻ്റെ ഒപ്പം ഈ ഹെലോൻ്റെ ഒപ്പം എല്ലാ വേർഡിൻ്റെ ഒപ്പം അല്ലെങ്കിൽ എല്ലാ ലെറ്ററിൻ്റെ ഒപ്പം +3 ആഡ് ചെയ്തു. +3 ആഡ് ചെയ്ത് കിട്ടുന്നതാണ് KHOR. അതുപോലെ തന്നെ വേൾഡിൻ്റെ ഒപ്പം എല്ലാ വേർഡിൻ്റെ ഒപ്പം നമ്മൾ +3 ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ZRUOG ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ ആണ് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം എന്താണ്? തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏതാണ് ചോദ്യം? എന്താണ്? 4, 7, 12 അല്ലേ? അപ്പോൾ 4 കൂടെ എന്ത് കൂട്ടി? 3 കൂട്ടി. 4 3 7. 7 കൂടെ എന്ത് കൂട്ടി? 7 5 12 ആണ്. ഓക്കെ അപ്പോൾ 3 5 അടുത്തെന്തായിരിക്കും? 3 5 കഴിഞ്ഞാൽ 7 ആയിരിക്കും. 7 അപ്പോൾ 12 കൂടെ 7 കൂട്ടിയാൽ നമുക്ക് 19 കിട്ടണം. ഓപ്ഷൻ ഓക്കെ 19 ഓപ്ഷൻ. ഓക്കെ അപ്പോൾ ഇവിടെ 19 വരിക. 19 വന്നു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഒന്നുമില്ല 4 3 7 7 5 12 12ഉം 7ഉം 19. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി മാത്സ് ആൻഡ് മെൻ്റൽ വീട്ടിലെ അവസാന ചോദ്യം. ഓക്കെ എ എന്നത് പ്ലസ് എന്ന ചിഹ്നത്തെയും ബി എന്നത് മൈനസ് ചിഹ്നത്തെയും സി എന്ന ഡിവിഷൻ ചിഹ്നത്തെയും ഡി എന്നത് ഇൻറ്റു എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ അതെങ്ങനെ എഴുതാമെന്നാണ്. അപ്പോൾ എന്താണ് പറയുക? 18 പ്ലസ് ഓക്കെ എ അല്ലേ? അപ്പോൾ 18 + 12. സി എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്. 12 ഡിവൈഡഡ് ബൈ ഓക്കെ 6. ഓക്കെ ഡി എന്താണ്? ഡി ഇൻറ്റു ആണ്. ഡി ഇൻറ്റു 2 2 2 2. ബി എന്താണ്? ബി -5. അപ്പോൾ ബോർഡ് മാസ് റൂൾ പ്രകാരം ഓക്കെ ബോർഡ് മാസ് റൂൾ പ്രകാരം ആദ്യം ഏതാണ്? ആദ്യം ഡിവിഷൻ ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഓക്കെ ആദ്യം ഡിവിഷനാണോ? ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 18 പ്ലസ് 12 ഡിവൈഡ് ബൈ 6 2 ഇൻറ്റു 2 -5. അപ്പോൾ 18 + 4 -5. ഓക്കെ 18 + 4 എന്ന് പറഞ്ഞാൽ 22 -5 എത്ര? 17 ആണ് ആൻസർ 17. ബോർഡ് മാസ് പ്രകാരം 17. ഓക്കെ അപ്പോൾ ഇതിൽ വലിയ പ്രയാസമുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ മറ്റേ ഈ ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നോക്കിയത് ഇന്ന് നടന്ന ട്രിവാൻഡ്രം LDCയുമായി ബന്ധപ്പെട്ട് ആ ചോദ്യപേപ്പറിലെ 10 മാത്സ് ആൻഡ് മെൻ്റൽ ചോദ്യങ്ങളാണ് നോക്കിയത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എന്ന് പറയുന്നത് 94 ബാർ 2024. ക്ലിയർ. താങ്ക് യു.